അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്ന് വെച്ചാൽ. വേറെ ആർക്കും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി ഇതൊക്കെ പറയണോ? എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ലെന്ന് ഇതൊക്കെ. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തർ ഇങ്ങനെ കൂടി ഇരുത്തുന്നത്. അവനാകുമ്പം അവന് നല്ലപോലെ അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്ന, എന്താ എൻ്റെ മനസ്സിൽ. അതാ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം ഞാൻ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മമാർക്ക് അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലല്ലോ അമ്മമാർ സംസാരിക്കും. അതാണ് ഒരു പ്രശ്നം. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ എവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ് അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല. വീട്ടുകാർ ഇങ്ങനെ പുറത്ത് പോകുന്നു, കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരുമില്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നുമില്ല. ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണെങ്കിലും ഞാനും അച്ഛനും സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ. കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്നോട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ എനിക്ക് കിച്ചുവിനെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. കൊല്ലം സുധിയുടെ മകനാണ് കിച്ചുവിന്റെ ഈ ഒരു വീഡിയോസ്, അതായത് ലൈഫ് സ്റ്റോറി ഒത്തിരി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും നല്ല കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് എടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഞാനും, അതായത് ഞാൻ ഇതിനു മുമ്പ് രേണുസുധിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന് ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്തിരുന്നു, പിന്നെ കമന്റ് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാം അവൾക്കെതിരായിട്ട് തന്നെയാണ് ചെയ്തിട്ട് വീഡിയോ കമന്റ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാല്, നമുക്കും ഇതേപോലെ ഒരു പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുടെ ഉമ്മ കൂടെയാണ് ഞാൻ. അപ്പൊ സത്യം പറഞ്ഞാല് ഈ കുട്ടിയുടെ ലൈഫ് സ്റ്റോറി കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്ന് കരഞ്ഞു പോയി. ഞാനിതിങ്ങനെ ഫുള്ള് ഞാൻ വാച്ച് ചെയ്ത് കേട്ടു. ആ കേൾക്കുന്ന സമയത്ത് നമ്മളറിയാതെ കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങി പോകും. കാരണം അങ്ങനത്തെ ഒരു ഇത് ഞാൻ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ വേദന, കരളലിക്കുന്ന വേദനയോട് കൂടെയാണ് ആ കുട്ടിയുടെ ലൈഫ് സ്റ്റോറി അവസാനം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയേണ്ട ഒരു അവസ്ഥ എത്തിയത്. എത്രമാത്രം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് എടുത്തിട്ട് അത് ആ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നി. പിന്നെ പറയാനുള്ളത്, 3 അമ്മമാരാണ് ഈ കുട്ടിക്ക് മാറി മാറി വന്നിട്ടുള്ളത്. 3 അമ്മമാര് വന്നിട്ടും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു എന്നാണ്. ഒരു സ്നേഹം പോലും എവിടുന്ന് ഒരു തരി പോലും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. ഇത് ഇന്നിപ്പോ നമുക്കിത് കേട്ടപ്പോ നമ്മളെ മകനായിട്ട് തോന്നി, നമ്മളെ മകന് പറയുന്നത് പോലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഭയങ്കര ഒരു വേദനയോടാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി അതിൽ പറയുന്നുണ്ട്. പക്ഷെ പറയാൻ എങ്ങനെ ഞാൻ പറയും, എനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. 2 വയസ്സാവുമ്പോ പെറ്റ തള്ള ഇട്ട് ഉപേക്ഷിച്ച് പോയി. പിന്നെ ജനിച്ച ഉടനെ ആ കുട്ടി കാണുന്നത് ഭാര്യയും ഭർത്താവും, അതായത് മാതാപിതാക്കൾ തമ്മിലുള്ള അടിയാണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടിന്റെ ജീവിതം. അത് കണ്ട് വളരാണ്. പിന്നെ മാറി 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 അമ്മമാര് വന്നുകൊണ്ടിരിക്കുന്നു. ആ വന്നുകൊണ്ടിരിക്കുന്ന അമ്മമാരെടുത്തുനിന്ന് ആ കുട്ടിക്കുള്ള ഒരു വേദനയും, അത് കൂടാതെ അച്ഛനുമായിട്ടുള്ള അടിപിടിയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇത് കണ്ടിട്ടാണ് ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലാണ് ആ മോന് ലാസ്റ്റ് സ്റ്റേജിലാണ് ആ മോന് എന്താ പറയാ ഡ്രഗ്സിന് അടിമയായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നത്. അത് അവൻ തന്നെ തിരിച്ചെടുത്തു. അവൻ തന്നെ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി ഇന്ന് ഒരു നല്ലൊരു രീതിയിൽ കുട്ടി നിൽക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്, നമുക്കത് കേട്ടോക്കാം. സമ്മതിച്ചില്ല. ഇതവിടെ തന്നെ നിന്നങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പം ഒരു ദിവസം അച്ഛൻ, ഞാൻ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നേക്കാം. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ
അപ്പോഴും എനിക്ക് എന്തെങ്കിലും എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന് ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും ഈ വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. വെക്കും ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാൽ രാത്രി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നു ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോകുന്ന സ്വഭാവമുണ്ട്. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്ന് ഉറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം അങ്ങനെ ഉറങ്ങി. വെക്കം എന്നെ അമ്മ ഒന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട് ഞാരാ നീ അച്ഛനെന്തോ പറ്റിയെന്ന് ഒന്ന് വിളിച്ചു നോക്കാം. ഇത് ശ്രുതിയുടെ ആക്സിഡന്റിനെ പറ്റിയിട്ടുള്ളതാണ് മകൻ പറയുന്നത്. അത് പറയുന്ന സമയത്തും കണ്ണീരോടുകൂടെ ഇപ്പോഴും ആ ഒരു അവസ്ഥ, അത് ആർക്കായാലും അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അവര് പോയി മൺമറിഞ്ഞു, അവർക്ക് പിന്നെ നമ്മളെ പറ്റി ഓർക്കാനില്ല. പക്ഷെ നമുക്ക് എന്നെന്നും വേദനയാണ് അവർ തരിക, അല്ലെ? അപ്പൊ ഈ ഒരു കുട്ടിന്റെ ഒരു കാര്യം ആലോചിച്ചു നോക്ക്. എല്ലാ ആക്സിഡന്റിലും ആ പിതാവിന്റെ ആക്സിഡന്റിലും അതിന്റെ എല്ലാ കൈകാര്യങ്ങൾ ചെയ്യാനും ഈ ചെറിയൊരു കുട്ടിയാണ് അതിന് ഉത്തരവാദിയായിട്ട് നിന്നത്, എല്ലാ കാര്യങ്ങളിലും. അപ്പോഴും ഒരു തണലോ ഒന്നുമില്ല. ഇപ്പൊ പറയുന്ന അച്ഛന്റെ കൂടെ പോകുന്നത്, ഷൂട്ടിങ്ങിന് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് എന്നല്ല, മറ്റുള്ളവർക്കൊക്കെ എന്നോട് എന്തോ ഒരു ഇഷ്ടക്കേട്, ആർക്കൊക്കെ ഒന്നും എന്നെ ഇഷ്ടമല്ലാത്തൊരവസ്ഥ. എവിടെയും ആ കുട്ടിക്കൊരു തണലില്ല. ഇത്രയും ഒരു സമ്പാദ്യമുള്ള നല്ലൊരു കലാകാരന്റെ മകന് ആയിട്ട് പോലും അവര് കൂലിവേല എടുത്തിട്ട് ജീവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അത് ആ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ഒരു കുട്ടിയുടെ വളർച്ച ഘട്ടങ്ങൾ മൊത്തം എവിടെയാണ് എങ്ങനെയാണ് അയക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ നിന്നും, അതായത് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ മാതിരി, അതിൽ നിന്നും തെറ്റെന്തെന്നും ശരി എന്തെന്നും മനസ്സിലാക്കി ഇനി ആ കുട്ടിക്ക് ഒന്നും സഹിക്കേണ്ടി വരില്ല. അത്രയും അനുഭവങ്ങൾ ആ കുട്ടിക്ക് തീച്ചൂളയിൽ വെന്ത് ഒരു നിൽക്കുന്ന ഒരു മനസ്സാണ്. അതിൽ നിന്ന് കരുത്തേറ്റ് അത് വളർന്നു വരുന്നുണ്ടെങ്കിൽ ഇനി അതിലും കൂടുതലൊന്നും ആ കുട്ടിക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അത്രയൊക്കെ ആയിക്കണം. ഇനി എന്ത് മുൻപോട്ട് എന്ത് പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആ കുട്ടിക്ക് കഴിയണം. അത് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥന. കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും ഹൃദയത്തില് ഈ കുഞ്ഞ് ഇപ്പൊ ഉണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിലും അത്രയും സ്നേഹം നമ്മളെ ഇതിൽ മനസ്സിൽ ഈ കുട്ടിനോടുണ്ട്. ഇപ്പൊ ആ കുഞ്ഞിനെ നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ അത്രയും സ്നേഹിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനത്തെ ഒരു ഇതാണ് നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഓരോ അവസ്ഥ അത് പറയുമ്പോഴും പിന്നെ അത് സ്റ്റക്കായി പോവുകയാണ്, പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി പോവുകയാണ്. ഹൃദയത്തില് ചങ്കില് വിഷമം നിറഞ്ഞു നിൽക്കുകയാണ്. എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പൊ എത്രമാത്രം അതിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഒരു കൂട്ടുകാർ പോലും ഇല്ലാത്ത ഒരു അവസ്ഥ, കുറെ കാലങ്ങള് സൈലന്റ് ആയിട്ട് എവിടെങ്കിലൊക്കെ നിൽക്കുക, ആരും ആരോടും മിണ്ടില്ല. വീട്ടിലായാൽ പോലും അത് വന്ന് കയറുന്നത് 3 മണിക്കായാലും 4 മണിക്കായാലും തോന്നുമ്പോ വരാ, തോന്നുമ്പോ പോവാ, എന്ത് ചെയ്താലും ആരൊന്നും മിണ്ടില്ല. എന്താണ്, തിന്നോ, ഭക്ഷണം കഴിച്ചോ, ഉണ്ടോ, ഉറങ്ങിയോ എന്ന് ചോദിക്കാൻ ആരുമില്ല. അമ്മ നഷ്ടപ്പെട്ട് അച്ഛൻ ആക്സിഡന്റിൽ മരണപ്പെട്ട് അത് നേരിട്ട് കാണുന്ന ഒരു കുട്ടി, അമ്മ പോയത് അറിഞ്ഞൊരു കുട്ടി, ഈ ഒരു കുട്ടിക്ക് തണലില്ലാതെ അതിന്റെ ഇടയിൽ അച്ഛന്റെ കളിയാണെങ്കിൽ അച്ഛന് മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ല സ്നേഹിക്കേണ്ടത്. അത് വേറെ കാര്യം. അത് മരണപ്പെട്ടു പോയിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അച്ഛന് ജീവനോളം സ്നേഹിക്കുന്നുണ്ട് മകനെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു അവസ്ഥ ആയിരിക്കാം. കാരണം പ്രോഗ്രാമുകൾ അങ്ങനെ പോകുമ്പോൾ ഒന്ന് പിന്നെ മകനെ ഒന്ന് നോക്കാൻ ഒരാൾ വേണം എന്നുള്ള ഒരു ഇത് കൊണ്ടായിരിക്കാം അത് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതെന്തോ വരുന്ന ആളുകളൊക്കെ അതിന്റെ അടുത്തുനിന്ന് തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ കുറച്ച് നെഗറ്റീവ് ആൾക്കും ഉണ്ടായിരിക്കാം. മകനെ സുരക്ഷിതം നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടാവുക. അത് പോട്ടെ, അതിപ്പോ മരണപ്പെട്ടു പോയി, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ വരുന്ന സ്ത്രീകളും പലതൊക്കെ അച്ഛനിൽ നിന്ന് ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്, അല്ലാതെ മകനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. രേണുസുതി പിന്നെ എന്തോരം സ്നേഹത്തിലാണ് വർത്തമാനം പറഞ്ഞിരുന്നത്. കെട്ടിപ്പിടിക്കലും മക്കളെ എന്തിനും പറഞ്ഞ ബിഗ് ബോസിൽ പോയിട്ട് പോലും എന്റെ മക്കളെ കാണാതെ എനിക്ക് ഒരു സെക്കൻഡ് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പല തല്ലി കരഞ്ഞിട്ടാണ് ആ സ്ത്രീ അവിടുന്ന് ഇറങ്ങി പോകുന്നത്, അല്ലെ? അങ്ങനത്തെ ആ സ്ത്രീന്റെ ഒരു പിന്നെ അവസ്ഥ പച്ചയായിട്ടാണ് ഈ മകന് പറയുന്നത്. പല രീതിയിലും പല കോലത്തിലും അതിനെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോഴും പറയുന്നത് എന്താ, അവരെ ഫ്രണ്ട്സുകളെ അവനെ ഇപ്പൊ കൈപ്പിടിച്ച് ഉയർത്തിയിട്ടുള്ള, പ്രതിസന്ധിയിൽ നിന്ന് കൈപ്പിടിച്ച് ഉയർത്തിയിട്ടുള്ള 3 ഫ്രണ്ട്സുകളുടെ പേര് പോലും അവൻ പറഞ്ഞിട്ടുണ്ട്.
അവരുണ്ടായതുകൊണ്ടാണ് ഇപ്പൊ അവനെയും നിലനിൽപ്പ് ഈ നിൽക്കുന്നതും ഈ കോൺഫിഡൻസും അവനക്ക് ബാക്കി കൊടുക്കുന്നത് അവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ വീട്ടുകളിൽ പോയാൽ പോലും അവരുടെ അമ്മമാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലാണ് രേണുസുതിന്റെ ഓരോ റീൽസും സബ്സ്ക്രിപ്ഷനും നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ആയാലും വളർന്നു വരുന്ന ഒരു മകൻ ഉണ്ടാവുമ്പോൾ അവന് അമ്മ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ആ അഡ്രസ്സോടുകൂടെ പുറത്ത് നടക്കുന്ന സോഷ്യൽ മീഡിയയിലായാലും എവിടെയായാലും ആ അഡ്രസ്സ് കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, അപ്പൊ അമ്മ പെറ്റ അമ്മ ഒരിക്കലും പോറ്റമ്മ ആവില്ല. ചില അമ്മമാര് പോറ്റമ്മയെക്കാളും പെറ്റമ്മയെക്കാളും പോറ്റമ്മ ആവാനുണ്ട്, അങ്ങനെ ആവാറുണ്ട്. പെറ്റതുകൊണ്ട് മാത്രം അമ്മ ആവണമെന്നില്ല. കാരണം ഈ അമ്മ എവിടെയും ജീവിച്ചിരിക്കുന്നുണ്ട്, ഈ മകന്റെ എല്ലാ അവസ്ഥകളും അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു നേരം പോലും മകനെ തേടിയിട്ട് വരാത്ത അമ്മ ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പൊ ഈ കുട്ടി അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ നിന്ന് ഒരു അമ്മ എന്ന് വിളിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. അത് മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കും ആ വിളിക്കുന്നത്. ആ വിളിക്ക് ഉത്തരം നമ്മളടുത്ത് ഒരുപാടുണ്ട്, ആ വിളിന്റെ അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. ആ അർത്ഥത്തിനനുസരിച്ചിട്ടായിരിക്കണം നമ്മളും ആ കുട്ടിക്ക് റിപ്ലൈ കൊടുക്കേണ്ടത്. അപ്പം അതാവണം. എനിക്ക് ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു മകനുണ്ട്, അവന് സമൂഹത്തിൽ നിലനിൽക്കണം. അവൻ പല ആളുകളുടെ ഇടയിലും അതുപോലെ അവനക്കും അവൻ്റെതായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഫാമിലി ഉണ്ട്, മറ്റുള്ളവരുണ്ട്, സമൂഹമുണ്ട്. ഇവരൊക്കെ മുന്നിൽ അവനക്ക് നിൽക്കണമെങ്കിൽ ഞാനും ഡീസന്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള ചിന്ത രേണുസുതിക്കും ഇല്ല. അപ്പം അവർക്ക് പൈസ മാത്രം കിട്ടിയാൽ മതി. എന്ത് ഡാൻസ് ആയാലും ഏത് ഡാൻസ് ആയാലും എന്ത് ഭാഗമായാലും എങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള മാത്രമേ അവർക്ക് ആ ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അപ്പൊ പണം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിയും എന്നുള്ള ഒരു ചിന്തയുണ്ട്. എന്താണെന്ന് വെച്ചാല് മകന് പണം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നലെയും കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഇതിൽ കണ്ടു. മകന് പണം ചോദിക്കൂലേ, മകന്റെ അച്ഛന്റെ പേരും വെച്ച് അഡ്രസ്സും വെച്ചിട്ടല്ലേ ഇവള് വരുമാനം ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് രേണു എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ലായിരുന്നോ? രേണു എന്നല്ല, എന്തോ ഒരു ഒറിജിനൽ പേര് വേറൊരു ടീം വന്നിട്ട് കമന്റ് ഇട്ടിരുന്നു. ഞാൻ ഇവരുടെ വീഡിയോ അത്ര ഒന്നും കാണാറില്ല, പക്ഷെ ഈ കുട്ടിന്റെ വീഡിയോ എനിക്ക് ഒരു തവണ ഒന്നല്ല ഞാൻ കണ്ടത്. ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഞാൻ പല തവണ ഞാനത് കണ്ടു നോക്കി. ഞാൻ ഇക്കാക്ക് കാണിച്ചു കൊടുത്തു, ഇക്കാനോട് ഞാൻ പറഞ്ഞു ഈ അവസ്ഥ ഒന്ന് നോക്ക്, നമ്മളെ മക്കൾ പറയുന്ന മാതിരി നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഈ അമ്മമാർക്ക് അങ്ങനെയാണ്, നമ്മളെ മക്കളെ ഏജ് ഉള്ള കുട്ടികളെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ അവരെ കാണുമ്പോഴൊക്കെ നമുക്ക് നമ്മളെ മക്കളായിട്ടാണ് ഫീൽ ചെയ്യുക അല്ലെ. അപ്പം ഇങ്ങനൊരു സങ്കടം അതിങ്ങനെ പറയുമ്പോ വല്ലാത്തൊരു വിഷമായിപ്പോയി. എങ്ങനെയാണ് അത് പറയാൻ കിട്ടിയത് തന്നെ, ആ കുട്ടീന്റെ ഒരുപാട് അനുഭവം സഹിച്ചതിന്റെ പേരിലുള്ള ആ ഒരു ഇതാണ് അവസ്ഥയാണ്, ആ ഒരു എന്താണ് പറയാ ധൈര്യമാണ്. അല്ലാതൊന്നല്ല. ഞാനൊക്കെ ആണെങ്കിൽ കരഞ്ഞേ പറയുള്ളൂ. കാരണം ആ ഘട്ടങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. സംഭവം ശരിയാണ്, അത് താങ്ങാനുള്ളത് നമുക്ക് ദൈവം തരുള്ളൂ. ആ കുട്ടിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് നന്മ ആ കുട്ടിക്ക് കൊടുക്കട്ടെ. കേരളത്തിലെ എല്ലാ അമ്മമാരുടെ പ്രാർത്ഥനയും ഈ മോന്റെ കിച്ചുവിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാ അമ്മമാരും അതിലൊരു കമന്റ്, നല്ലൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അത് ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. അത് ഇതിലില്ല, ഞാനിതില് വേറൊരു വീഡിയോയിൽ ഞാൻ വെക്കാം. നല്ലൊരു കമന്റ് കണ്ടിരുന്നു. ഞങ്ങളൊക്കെ പോലുള്ള അമ്മമാര് മോന്റെ കൂടെ ഉണ്ട്, ഞങ്ങളെ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരെ ആദ്യം ചെന്നാലും എനിക്ക് ഞാൻ സമ്മാനം കിട്ടുള്ളൂ. ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ട് തന്നെ ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക് 5 സ്റ്റാർ ഹോട്ടൽ. ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്റെ മനസ്സിൽ വരുന്ന ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും. ഞാൻ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ എന്ത് ഒന്നും അറിയത്തില്ല. ഞാൻ നിൽക്കുക ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. ഉപ്പ് നടക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഒന്നും മിണ്ടാതെ എനിക്ക് അങ്ങോട്ട്. അതൊന്ന് ആലോചിക്കാം. കൂടെ ഉള്ളവര് കിച്ചുവിന്റെ അച്ഛന്റെ ആക്സിഡന്റ് അവിടേക്ക് പോവാണ്, ആക്സിഡന്റ് നടന്ന ഭാഗത്തേക്ക് പോവാണ്. ആ പോകുന്ന പോക്കില് ഇവനെ കൊണ്ടുപോകുമ്പോ അവര് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണം വണ്ടി നിർത്തിയിട്ട്. കിച്ചുവിന് തുപ്പല് പോലും ഇറക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അനുഭവങ്ങൾ വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കാരണം വേദന എന്ന് പറഞ്ഞൊരു സംഭവം അതാണ്. മറ്റുള്ളവർ നമ്മൾ പറഞ്ഞിട്ട് അറിയിക്കാൻ പറ്റില്ല. പകരം അതേപോലുള്ള വേദന അവർക്ക് വരുമ്പോഴേ മാത്രം മനസ്സിലാവുള്ളൂ വേദനയുടെ ആഴം എത്രയാണോ. ഞാനും അനുഭവിച്ച ആളാണ്. അതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത്. കാരണം അപ്പൊ ആ കുട്ടി ഇത്ര പറയുന്നുണ്ടെങ്കിൽ എത്രമാത്രം അത് അനുഭവിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്തും ഒരാൾ അതിനെ തലോടാനോ ആശ്വസിപ്പിക്കാനോ ഇല്ലാത്തത് കൊണ്ടല്ലേ. ഒന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ അതിന്റെ മനസ്സിലെ വിഷമങ്ങൾ മാറിയേനെ അല്ലെ. എനിക്ക് എന്തൊക്കെയോ തോന്നാം ഈ വീഡിയോ കണ്ടപ്പം. ഞാൻ ഇന്നലെയും വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷെ എനിക്ക് ഇതേപോലെ കുറച്ച് ഞാൻ വീഡിയോ ചെയ്തു വെച്ചിട്ട് സങ്കടം വന്നിട്ട് അത് ബ്ലോക്കാക്കി ഞാൻ പോയതാണ്.
എനിക്ക് മുങ്ങിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ വന്നതാണ്. ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു പ്രകൃതാണ്. വിഷമങ്ങളൊക്കെ കേൾക്കും, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഒക്കെ അറിയുമ്പോൾ. പിന്നെ എന്റെ വീഡിയോ ഇനിയിപ്പം പലരും കാണണമെന്നില്ല, പക്ഷെ പലരും പറയുന്നത് എനിക്ക് പറയാനും പറ്റില്ല. എല്ലാരും പറയുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നുമില്ല. ഞാൻ ഈ മോനിക്ക്, ഞാന് രേണുവിന് എതിരായിട്ടും ഞാൻ പറയുന്നില്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാല് ആ കുട്ടിന്റെ വിധിയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിന്റെ പിതാവായിരുന്നു, മാതാവായിരുന്നു. അവര് ശ്രദ്ധിക്കാതെ ഏതെങ്കിലൊക്കെ എവിടുന്നെങ്കിലൊക്കെ കയറി വന്ന് അമ്മ ചമയാൻ നോക്കിയവര്, അവര് പല ലക്ഷ്യങ്ങൾ കൊണ്ടുവരുന്നവരാണ്. കുഞ്ഞിനോടുള്ള സ്നേഹമുള്ളവരാണെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യില്ല. അപ്പം അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ലക്ഷ്യങ്ങൾ അവർ പൂർത്തിയാക്കുന്നുണ്ട്, പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ മക്കളെ ശ്രദ്ധിക്കേണ്ടത് നമ്മളായിരുന്നു, മാതാപിതാക്കളായിരുന്നു. അവരെയാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഈ കുട്ടിന്റെ യോഗം അങ്ങനെ തന്നെ ആയിരിക്കും. അവര് ശ്രദ്ധിക്കാതിരുന്നതിന്റെ പേരിലാണ് ഈ കുട്ടി ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്, അല്ലെ? അപ്പൊ എനിക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മള് പിന്നെ പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കുറെ ഇതാക്കി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അനുഭവിക്കേണ്ടത് ആ കുഞ്ഞു ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർന്നു, ഇവിടം വരെ എത്തി. ഇനി അവന് പക്വത വെച്ചിട്ട് അത്യാവശ്യം അവന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ബോൾഡായി വരുന്നുണ്ട്, ശക്തി അവനക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവനക്ക് മുന്നോട്ട് പോവാന് പ്രചോദനാണ്. ഇനി എല്ലാവരും അവനക്ക് സപ്പോർട്ട് നിൽക്കുകയും ചെയ്യും. വേണ്ടത് എന്തായിരുന്നു? രേണുവിനല്ലായിരുന്നു മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രേണു എന്ന് പറഞ്ഞത് സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ്. എത്രയായാലും അവൾ എത്രമാത്രം ഉണ്ട് എങ്ങനെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതാണ്. അവർ സ്വാർത്ഥതയോട് വന്ന ആ വ്യക്തിയാണ്. ഇനിയിപ്പോ എത്ര മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സുധിയുടെ പേര് കൊണ്ട് കിട്ടുന്ന പണം കൊണ്ടായിരിക്കും, അല്ലെ? ഈ പണം മാത്രം മക്കൾക്ക് കൊടുത്തുകൊണ്ട് കാര്യമായോ? ഇല്ല. അച്ഛന് പണം മാത്രമായിരുന്നു സ്നേഹമായിട്ട് തന്നിരുന്നതെന്ന് പിന്നീടാണ് അച്ഛനക്ക് മനസ്സിലാണ് ഇവന്റെ ആരുമില്ല, എന്റെ സ്നേഹം കൂടെ കിട്ടണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പണം കൊണ്ട് എല്ലാം നേടാനൊന്നും പറ്റില്ല. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാല് നമ്മളെ അടുത്തുനിന്നും കുറെ പാട്ടുകൾ പറ്റിയിട്ടുണ്ട്, അല്ലെ? അതായത് രേണുവിനെ സഹായിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ന്യായം പറയുന്നവരൊക്കെ ഉള്ള സമയത്ത് ഉള്ളവര് ഒരിക്കലെങ്കിലും ആ കുഞ്ഞുങ്ങള് സത്യസന്ധമായിട്ട് കിട്ടുന്നുണ്ടോ, അവർക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ, അവർക്ക് എന്താണ് ഏതാണ് അവരുടെ അവസ്ഥ എന്നും കൂടെ ചിന്തിക്കായിരുന്നു. എന്നിട്ട് അർഹതപ്പെടുന്ന കൈകളില് അത് നിങ്ങൾ സഹായം എത്തിക്കുകയാണെങ്കിൽ അർഹതപ്പെട്ടവർക്ക് എത്തിയിരുന്നു. അത് വേണ്ട രീതിയിൽ ആൾക്കാർക്ക് പറ്റിയിരുന്നു. അതിനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊന്നും അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മാത്രം നമ്മൾ രണ്ട് വാക്ക് പറഞ്ഞെന്നുള്ളൂ. നമുക്കതല്ല ആവശ്യം. നമ്മൾ പറയുന്നത് ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ഇനി ഒരു കുഞ്ഞിനും വരാതിരിക്കട്ടെ. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ്. എത്ര ആയാലും രക്ഷിതാക്കൾ തന്നെയാണ്. അപ്പൊ അവർക്ക് പകരമായിട്ട് വേറെ ആരും ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതിപ്പോ ഒരു കൊല്ലം സുധിയുടെ കാര്യം മാത്രമല്ല, ഒരു കിച്ചുവിന്റെ കാര്യം മാത്രമല്ല, ലോകത്ത് ഇതുപോലെ പല ജീവിതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതും മറ്റുള്ളവർക്ക് ഒരു പാഠമാവണം. അത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇതേപോലെ അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പം അവർക്കും ഈ കല്യാണം ഒരു ഹോബിയാക്കി മക്കളെ തള്ളി നടക്കുന്ന പിന്നെ രക്ഷിതാക്കൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ മാതാവുണ്ട്, അല്ലെ? 2 വയസ്സിൽ സഹിക്കാൻ പറ്റാ, അച്ഛനായിട്ട് സഹിക്കാൻ പറ്റാ ഞാൻ ഇട്ട് ഓടിയതാണ്. അപ്പൊ ഈ കുഞ്ഞ് നിന്റേതല്ലായിരുന്നോ? നീ പ്രസവിക്കുമ്പോ നിന്റെ മകനായിട്ടല്ലേ നീ പ്രസവിച്ചത്? അപ്പൊ ഈ ഇതിനിട്ടിട്ട് നീ എവിടെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് മനസ്സമാധാനം സുഖം കിട്ടോ? ഇല്ല. അപ്പൊ അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. അപ്പൊ നീയും ഈ അമ്മയും അതെന്താണ് എന്തോ പ്രതീക്ഷിച്ചു വന്നതാണ്, മകനെ വേണമെന്നല്ല. നമ്മളൊക്കെ സഹിച്ചതും ക്ഷമിച്ചതും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതായിരിക്കണം ഒരു മാതാവ്, അതായിരിക്കണം ഒരു പിതാവ്. മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ജീവിതം ഒഴിഞ്ഞു വെച്ച് അവരെ ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവുക. പിന്നെ അവരായി അവരെ പാടായി നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള ജീവിതത്തിൽ നമുക്ക് നടക്കാം. അവിടെ അവർ ചോദ്യം ചെയ്യാനും പാടില്ല. അതാണ് വേണ്ടത്.